ഹെറോദോസ് രാജാവ് അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തിന്റെ അന്ത്യം കുറിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, യേശു ജനിച്ച വിവരമറിഞ്ഞപ്പോൾ ജ്ഞാനികളെ സമീപിച്ചവൻ ചോദിക്കുകയാണ്, എവിടെയാണ് യേശു ജനിച്ചത് എന്ന്. അപ്പോൾ ജ്ഞാനികൾ പറഞ്ഞു, ബത്ലഹേമിലെ കാലിത്തൊഴുത്തില്. ആ ജ്ഞാനികൾ ആ ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിക്കുന്നതിന് വേണ്ടി നക്ഷത്രത്തിന് പുറകെ പോയപ്പോൾ ആ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിന് മേലെ ആ നക്ഷത്രം അവിടെ നിന്നപ്പോൾ അവർ മൂന്നുപേരും അവർ കൊണ്ടുവന്ന പൊന്നും കുന്തിരിക്കവും ഈറയും യേശുവിന് സാക്ഷിയായി സമർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, ഹെറോദോസ് അദ്ദേഹം യേശുവിനെ കാണണമെന്ന ആഗ്രഹമല്ലായിരുന്നു, മറിച്ച് ആ യേശുവിനെ നിഷ്കരണം വധിക്കണമെന്നായിരുന്നു ഹെറോദോസിന്റെ ആഗ്രഹം. എന്നാൽ ആ ജ്ഞാനികൾ തങ്ങളെ കളിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കുവാനായിട്ട് രാജകൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, സത്യം ഇന്ന് നമ്മുടെ മധ്യേ ജീവിക്കുമ്പോൾ ആ സത്യത്തെ തകർക്കുവാൻ വേണ്ടി ഹെറോദോസിന്റെ മനോഭാവമുള്ള മക്കൾ നമ്മുടെ ഇടയിലുമില്ലേ? നമ്മളൊന്ന് പരിശോധിക്കണം. ഈ ക്രിസ്മസ് ദിനം എന്ന് പറയുന്നത് ഒരു ആഘോഷമാക്കി മാറ്റേണ്ടതല്ല. പ്രിയ സഹോദര സഹോദരി, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളാക്കി മാറ്റിയെങ്കിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അനുഭവമാക്കി മാറ്റേണ്ടതാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ആ ഒരു ക്രിസ്മസ് നമ്മുടെ കുടുംബങ്ങളില് അത് ഉണ്ണി പിറക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം അതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പാപമുള്ള ഹൃദയത്തില് ഉണ്ണിക്ക് പിറക്കാൻ ഇടമില്ല എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപികൾ പാപമുള്ളിടത്ത് ഈശോയ്ക്ക് വസിക്കാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളില് ആഘോഷമാക്കി മാറ്റിയ ക്രിസ്മസ് ആണെങ്കിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും അവസാനത്തെ ക്രിസ്മസ് ആണെന്ന് നിങ്ങൾ ഒരു ദൂതായി ഇത് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളില് നമ്മൾ ആഘോഷങ്ങൾ എങ്ങനെയാണ് നടത്തിയത്? ബീവറേജ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്മസ് ആഘോഷം എന്തായി മാറുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്മസ് കഴിയുമ്പോഴും ബന്ധുക്കളിലെയും ബീവറേജ് കോർപ്പറേഷനിലെയും അതിന്റെ കണക്കുകൾ കോടികളായി ഉയർത്തപ്പെടുകയാണ്. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് നമുക്കറിയാം ക്രിസ്മസിന് വേണ്ടി ചില കുടുംബങ്ങളില് ഇന്ന് ഗോദ്രേജിന്റെ അലമാരിയില് വേണ്ട സാധനം ഇപ്പോൾ സ്വരൂപിച്ചു വെച്ചില്ല പല വ്യക്തികളെയും എനിക്ക് കാണുവാൻ കഴിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയ സഹോദര സഹോദരി, ഈ ക്രിസ്മസിലൂടെ ചില കുടുംബങ്ങള് ഞാനിവിടെ നിന്ന് പരസ്യമായിട്ട് ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ഒന്നും കുടുംബങ്ങളല്ലായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ചില ഒറ്റപ്പെട്ട കുടുംബങ്ങള് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഭയാനകമായ ദിവസമായി മാറുകയാണ്. അവിടെ കുടുംബത്തില് കരച്ചിലിന്റെയും അതുപോലെ നിലവിളിയുടെയും ശബ്ദങ്ങള് ഒറ്റപ്പെട്ട കുടുംബങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ രക്ഷയ്ക്കായിട്ട്, നിന്നെ രക്ഷിക്കാനായിട്ട്, നിന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, ഒരാത്മശോധന നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കാല ക്രിസ്മസ് ആഘോഷങ്ങള്, പടക്കങ്ങള്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറിയ പട്ടണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത, അല്ലെങ്കിൽ മറ്റ് ലഹരിയില് നമ്മൾ ആഘോഷമാക്കി മാറ്റിയെങ്കിൽ എന്നെ ശ്രമിക്കുന്ന വൈകല് ഈ ആഘോഷം നമുക്ക് അത് നശ്വരമാണ്, താൽക്കാലികമാണ്, ക്ഷണികമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അനശ്വരമായ സമാധാനം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ യേശുവിനെ രക്ഷകനായി ഏറ്റുപറയുമ്പോഴാണ്
യഥാർത്ഥ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ, അനുഭവമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ക്രിസ്മസ് എല്ലാ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും നിറയട്ടെ.